പട്ടാമ്പി മണ്ഡലത്തിൽ എംഎൽഎ ഫണ്ടിൽ നിന്നും വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുക വിനിയോഗം കുറയുന്നു എന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഹമ്മദ് മൂസിൻ എംഎൽഎ പറഞ്ഞു. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നതെന്നും എംഎൽഎ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ എംഎൽഎ ഫണ്ട് വിനിയോഗം ഫലപ്രദമായി നടക്കുന്നില്ലെന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. എന്നാൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെന്നും ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുവാൻ ഇടയാക്കുന്നതാണ് എന്നും മുഹമ്മദ് മൂസിൻ എംഎൽഎ പ്രതികരിച്ചു. മണ്ഡലത്തിൽ ഓരോ വർഷവും 1 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് എംഎൽഎ ഫണ്ടിൽ നിന്നും നിർദ്ദേശിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനാണ് എംഎൽഎ ഫണ്ടിൽ നിന്നുമുള്ള തുക വിനിയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം കുടിവെള്ളക്ഷാമം പരിഹാരത്തിനായുള്ള പദ്ധതികളാണ് നടപ്പാക്കിയത്. 20 ഇടങ്ങളിൽ കുടിവെള്ള പദ്ധതികൾക്ക് പ്രപ്പോസൽ നൽകി. ഇത്തരം പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ കാലതാമസം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ലുകൾ സമർപ്പിക്കുവാനും വൈകും. വാഹനങ്ങൾ, കമ്പ്യൂട്ടർ വാങ്ങുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാൽ ഫണ്ട് വിനിയോഗം ഉടൻ പൂർത്തിയാക്കാൻ കഴിയുന്നതാണെന്നും എംഎൽഎ സൂചിപ്പിച്ചു. എംഎൽഎ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ഞാനൊന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല, ഒരു പദ്ധതി പോലും കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എംഎൽഎ ഫണ്ടിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത് എംഎൽഎമാർക്ക് അത് പ്രപ്പോസ് ചെയ്യുക, ബന്ധപ്പെട്ട വർക്കുകൾ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ജോലി. നമ്മളത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് കളക്ടറാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല. LSTD വഴി കൊടുക്കുന്ന വർക്കുകൾ അത് ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വകുപ്പുകളിലുള്ള വർക്കുകളും ഇതുപോലെ തന്നെയാണ് ടെൻഡർ വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എംഎൽഎ ഫണ്ടിൽ നിന്ന് ഞാൻ സമയം എടുക്കുന്ന പദ്ധതികൾക്കാണ് ഞാൻ ഫണ്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ ഒരു ജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി തുനിഞ്ഞത് കൊണ്ടാണ് ഈ വാർത്ത വരാനുള്ള കാരണം. കോൺഫിഡൻ്റ് ആണ്. ജനങ്ങളുടെ അടിസ്ഥാന പരിഹാരം കാണുക, അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ള നിലക്ക് കുടിവെള്ള പദ്ധതി 21ഓളം കുടിവെള്ള പദ്ധതികളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമീണ റോഡുകളും വളരെ കുറച്ച് സ്കൂളുകൾക്കുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കമുള്ള ഫണ്ടുകളും കൊടുത്തു എന്നതിൻ്റെ പേരിൽ എന്നെ ക്രൂശിക്കരുത്. ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ ഫണ്ടുകളായിട്ട് കൊടുത്തത് കൊണ്ട് കാലതാമസം നേരിടുന്നതിനെ വേറെ തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് വേറൊരു തരത്തിലേക്ക് ഇത് കൊണ്ടുപോകാതെ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളും അതിൻ്റെ പിറകിലുള്ള ആത്മാർത്ഥതയും പരിഗണിക്കണമെന്നാണ് ഈ ഓൺലൈൻ സുഹൃത്തുക്കൾ അടക്കമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. കാലതാമസം നേരിട്ടാലും മണ്ഡലത്തിലെ അടിസ്ഥാന വികസന പ്രവൃത്തികൾക്ക് മുൻഗണന നൽകിയുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും മുഹമ്മദ് മൂസിൻ എംഎൽഎ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.